2016 ഓഗസ്റ്റ് 22 നടന്ന ഒരു മിസ്സിംഗ് കേസായിരുന്നു ഉത്തർപ്രദേശിലെ ഫിറോസ്ബാദിലെ ആദിത്യ മിത്തൽ എന്ന യുവ ബിസിനസ്സുകാരൻ്റേത്. മിസ്സിംഗ് കേസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും ഈ കേസ് നമ്മൾ പരിശോധിക്കാനുള്ള കാരണം ഇതിലെ പ്രധാന പ്രതിയും മിസ്സിംഗ് ആയ ആദിത്യയും തമ്മിലുള്ള അടുത്ത ബന്ധമായിരുന്നു. ആദിത്യയുടെ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമന്റ് എന്നിവ ചെയ്ത് നമ്മുടെ ചാനലിന്റെ ഭാഗമാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഫിറോസാബാദിലെ ഒരു വലിയ ബിസിനസ്മാനായിരുന്നു ആദിത്യയുടെ അച്ഛൻ. കൃഷിയും അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ആദിത്യ മിത്തലും അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ഗ്ലാസ് ഫാക്ടറിയുടെ ചുമതല ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. അവരുടെ കുടുംബം വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. 2016 ഓഗസ്റ്റ് 22. ദിവസവും ചെയ്യാറുള്ള പോലെ രാവിലെ 8 മണിക്ക് ജിമ്മിലേക്ക് പോകുവാൻ തന്റെ വീടായ ശാന്തി ഭവനിൽ നിന്ന് കാറെടുത്ത് യാത്രയായി. ജിമ്മിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകാറാണ് പതിവ്. പക്ഷേ അന്ന് സാധാരണ വരേണ്ട സമയം കഴിഞ്ഞിട്ടും ആദിത്യനെ കാണാഞ്ഞതുകൊണ്ട് ഓഫീസിലെ മാനേജർ ആദിത്യനെ ഫോൺ ചെയ്തു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആദിത്യന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തെങ്കിലും അവൻ വീട്ടിൽ നിന്ന് ജിമ്മിലേക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും അവർക്കും അറിയില്ലായിരുന്നു. ജിമ്മിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് ജിമ്മിലേക്ക് ആദിത്യൻ വന്നില്ല എന്നായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി. പിന്നീട് ആദിത്യൻ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷണം നടത്തി. എങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ആദിത്യന്റെ പിതാവിന്റെ സഹോദരന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആദിത്യൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവനിപ്പോൾ ജീവനോടെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട്. അത് ഞങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യം ഞാനും നിങ്ങളും ആദിത്യന്റെ അച്ഛനുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. അഥവാ പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചാൽ പിന്നീട് നിങ്ങളുടെ മകനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കണം എന്ന് അജ്ഞാതൻ ഓർമ്മിപ്പിച്ചു. പോലീസിനെ അറിയിച്ചാൽ മകനെ അപായപ്പെടുത്താനുള്ള സാധ്യത ഉള്ളതിനാൽ പോലീസിന്റെ സഹായം അവർ തേടിയിരുന്നില്ല. അതിനിടയ്ക്ക് ആദിത്യന്റെ ഒരു അടുത്ത സുഹൃത്തായ രോഹൻ ആദിത്യന്റെ വീട്ടിലേക്ക് വന്നു. ആദിത്യന്റെ കാറിന് ആർക്കി പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു എന്ന് പറയാനായിരുന്നു അവൻ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് ആദിത്യൻ മിസ്സിംഗ് ആണെന്ന വിവരം അവൻ അറിയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഏറെ വൈകിയിട്ടും ആദിത്യന്റെ അച്ഛന്റെ സഹോദരന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജോ ഫോൺ കോളോ ഒന്നും വന്നില്ല. അങ്ങനെ രാത്രി ഏറെ വൈകി ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. ആദിത്യന് ജീവനോടെ വേണമെങ്കിൽ 10 കോടി രൂപ വേണം. പണം എപ്പോൾ എവിടെ എത്തിക്കണമെന്ന കാര്യം ഞാൻ പിന്നീട് അറിയിക്കാം എന്നും ആ ഫോൺ വിളിച്ചാൽ പറഞ്ഞു. ഒരുപാട് ബിസിനസ് നടത്തുന്നവരാണ് ആദിത്യന്റെ കുടുംബമെങ്കിലും പെട്ടെന്ന് 10 കോടി രൂപ അറേഞ്ച് ചെയ്യുക എന്നത് പറയുന്നത് അവരെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. പണത്തിന്റെ കാര്യത്തിൽ ഒരു വിലപേശൽ ആദിത്യന്റെ കുടുംബവും കിഡ്നാപ്പേഴ്സും തമ്മിൽ നടന്നു. പക്ഷേ ആദിത്യന് ജീവനോടെ വേണമെങ്കിൽ 1 രൂപ പോലും കുറയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നടന്നതെല്ലാം പോലീസിൽ അറിയിക്കാൻ ആദിത്യന്റെ കുടുംബം തീരുമാനിച്ചു. പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ തന്നെ പോലീസ് കർമ്മനിരതരായി. അവർ പെട്ടെന്ന് തന്നെ ആദിത്യന്റെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും വിളിച്ചു ചോദ്യം ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം 2016 ഓഗസ്റ്റ് 23 കിഡ്നാപ്പേഴ്സ് ഒന്നുകൂടി ആദിത്യന്റെ അച്ഛന്റെ സഹോദരനെ ഫോൺ വിളിച്ചു. ഈ പ്രാവശ്യം അവർ അവരുടെ ഡിമാൻഡിൽ ചെറിയ മാറ്റം വരുത്തി. അവർക്ക് പണത്തിന് പകരം 30 കിലോ സ്വർണമായിരുന്നു വേണ്ടത്. ഈ കാര്യം പെട്ടെന്ന് തന്നെ ആദിത്യന്റെ കുടുംബം പോലീസിൽ അറിയിച്ചു. പോലീസിന്റെ അന്വേഷണം അന്തർ സംസ്ഥാന ഗ്യാങ്ങുകളിലേക്കും വ്യാപിച്ചിരുന്നു. പോലീസ് ഒന്നുകൂടി ആദിത്യന്റെ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്തു. വീട്ടിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പുറത്തുനിന്ന് വന്നവരെ പറ്റിയും ചോദിച്ചു. അപ്പോൾ ആദിത്യന്റെ അമ്മ ഓർത്തെടുത്ത് ഒരു കാര്യം പറഞ്ഞു. ആദിത്യൻ മിസ്സാകുന്നതിന് തലേ ദിവസം വീട്ടിൽ ആദിത്യന്റെ കൂട്ടുകാരൻ റോഹൻ വന്നിരുന്നു. അവരിരുവരും ഒരുപാട് സമയം സംസാരിച്ചിരിക്കുന്നത് ശേഷമാണ് റോഹൻ പോയത്. പോകുമ്പോൾ നാളെ രാവിലെ ജിമ്മിന് ഒരുമിച്ച് പോകാമെന്ന് റോഹൻ ആദിത്യനോട് പറയുന്നത് കേട്ടിരുന്നു. ഇത് കേട്ടപ്പോൾ ഉടൻ തന്നെ പോലീസ് റോഹനെ വിളിച്ചു. ജിമ്മിൽ പോയ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ റോഹന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അവൻ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പോലീസ് റോഹനെ തിരഞ്ഞിറങ്ങി. അങ്ങനെ 3 ദിവസത്തിന് ശേഷം, അതായത് 2016 ഓഗസ്റ്റ് 25 അടുത്ത ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിനടുത്തുള്ള നദിക്കരയിൽ ഒരു മൃതദേഹം അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. മൃതദേഹം ഒരു യുവാവിൻ്റെതായിരുന്നു. കൈകാലുകൾ കെട്ടിയ അവസ്ഥയിലായിരുന്നു ഉള്ളത്. ആദിത്യന്റെ മിസ്സിംഗ് കേസ് അറിയാവുന്നതുകൊണ്ട് പോലീസുകാർ ആദിത്യന്റെ കുടുംബത്തെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ആദിത്യന്റെ മൃതദേഹമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതുകൂടിയായപ്പോൾ പോലീസിന് സമ്മർദ്ദമേറി. അധികം വൈകാതെ പോലീസ് റോഹനെയും അവന്റെ സഹോദരനെയും കൂടെ അവരുടെ ഒരു സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ റോഹൻ ഒന്നും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ
തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ഗത്യന്തരമില്ലാതെ റോഹൻ എല്ലാം ഏറ്റുപറഞ്ഞു. റോഹനും ആദിത്യനെ പോലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനായിരുന്നു. അതിനിടയ്ക്ക് റോഹൻ റിയൽ എസ്റ്റേറ്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. പുതിയൊരു ഹൗസിംഗ് കോളനി നിർമ്മാണത്തിനായി ഒരുപാട് പേരിൽ നിന്ന് പണം വാങ്ങി. പക്ഷേ വിചാരിച്ചത്ര ലാഭത്തിലായിരുന്നില്ല അതിന്റെ നിർമ്മാണം. പണം കടം കൊടുത്തവരെല്ലാം അത് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആദിത്യനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ ആദിത്യന്റെ കൂടെ ജിമ്മിന് പോകുന്ന റോഹൻ, ഇന്ന് ജിമ്മിന് പോകണ്ട, നമ്മൾക്ക് ഫാം ഹൗസിലെ ഷൂട്ടിംഗ് പ്രാക്ടീസിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാം ഹൗസിലെത്തിയ ആദിത്യനെ റോഹനും അവന്റെ സഹോദരനും കൂട്ടുകാരനും ചേർന്ന് കൈകാലുകൾ ബന്ധിച്ചു. അവനെ മയക്കുവാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. പിന്നീടാണ് ആദിത്യനെ വെച്ചുള്ള വിലപേശലുകളെല്ലാം നടന്നത്. ആദിത്യന്റെ വീട്ടുകാരുടെ പ്ലാനിംഗ് അറിയുന്നതിന് വേണ്ടിയായിരുന്നു എല്ലാ ദിവസവും റോഹൻ ആദിത്യന്റെ വീട്ടിൽ ചെന്നിരുന്നത്. മരുന്നിന്റെ ഡോസ് തീരുമ്പോൾ ആദിത്യൻ ഒച്ച വെക്കാനും രക്ഷപ്പെടാനും ശ്രമിക്കുമായിരുന്നു. അത് ഇല്ലാതാക്കാൻ ഡോസ് തീരുന്നതിന് മുൻപേ അടുത്ത ഡോസ് ഇഞ്ചക്ഷൻ അവർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓവർ ഡോസ് മരുന്ന് കൊണ്ടാണ് ആദിത്യൻ മരണപ്പെടുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ റോഹന്റെ സഹോദരൻ പവൻ സിംഗലിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. കൂടാതെ ഇവരുടെ മാതാവ് അനിത സിംഗലിനും ഇവരുടെ പ്ലാനിങ്ങിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ തെളിവുകളുടെ അഭാവം കൊണ്ട് റോഹന്റെ അമ്മയെയും മറ്റു 2 സഹായികളെയും കോടതി വെറുതെ വിട്ടു. റോഹനും അവന്റെ സഹോദരനും മറ്റു 2 സഹായികളും ജീവപര്യന്തം തടവിന് കോടതി വിധിച്ചു. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റോഹനും അവന്റെ കൂട്ടാളികൾക്കും കിട്ടിയ ശിക്ഷ കുറഞ്ഞു പോയോ? മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും അത് തിരുത്താതെ അവരെ സപ്പോർട്ട് ചെയ്ത അവരുടെ അമ്മയും ശിക്ഷ അർഹിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ആദിത്യന്റെ ജീവിതകഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നൊരു പാഠമുണ്ട്. ഒരാളെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. രക്തബന്ധങ്ങൾക്ക് പോലും ഒരു അതിർവരം വിടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമായാൽ കമന്റിലൂടെയും ലൈക്കിലൂടെയും നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ അറിയിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ്